സമഗ്ര ശിക്ഷ കേരളം എറണാകുളം വൈപ്പിൻ BRCയുടെ നേതൃത്വത്തിൽ ജില്ലാതല ലോക ഭിന്നശേഷി ദിനം ചെറായി സഹോദര ഭവനത്തിൽ സംഘടിപ്പിച്ചു. ദീപശിഖ പ്രയാണത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ചടങ്ങ് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ M. ജോസഫ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 3 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകം അതിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായിട്ടാണ്. ഓരോ ഡിസംബർ 3കളും നമ്മിലെ ഉത്തരവാദിത്തത്തെ അല്പം കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് അതിൻ്റെ സന്ദേശങ്ങൾ പോകുന്നത്. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ ഏകദേശം 9500-ലധികം വിഭിന്ന ശേഷികളുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ റെക്കോർഡുകളിലുണ്ട്. അത് വളരെ വലിയൊരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് വിഭിന്ന ശേഷികളുള്ള ധാരാളം മക്കൾ നമുക്കുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ദിവസമായിട്ട് ഓരോ ഡിസംബർ 3കളും മാറുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ വലിയ സവിശേഷത. സമഗ്ര ശിക്ഷ കേരളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷനുകളിൽ ഒന്ന് അത് ഈ IEDC ആണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, ഉൾച്ചേർന്ന വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ മാത്രം അവരുടെ ജീവിതം തളച്ചിടപ്പെട്ട കുറച്ച് ആളുകൾ, അവരെ കൂടി നമ്മൾ നമ്മുടെ സാമൂഹിക പദ്ധതിയിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് മുന്നേറുന്ന ഒരു ജീവിത പരിക്രമത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ജില്ലാ പ്രോഗ്രാം ഓഫീസർ VR ദീപാദേവി അധ്യക്ഷത വഹിച്ചു. ബിഗ് ബോസ് സീസൺ 7 ഫെയിം നെവിൻ കപ്രീഷ്യസ് അംബ്രോസ് മുഖ്യാതിഥിയായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതിനോട് എനിക്ക് തീരെ യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ആരും ഒരു ഡിസബിലിറ്റിയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗമായിട്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എനിക്ക് അങ്ങനെ നോക്കിക്കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള നിങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്ക് പണം, പ്രശസ്തി, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ ഒരുപാട് പണം നമ്മളുടെ അടുത്ത് ഉണ്ടായേക്കാം. പക്ഷേ ഇതൊന്നുമല്ല. ശരിക്കും നിങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇന്നർ ഹാപ്പിനെസ് അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ബോധേഡല്ല. അപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടെ ജീവിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എടവനക്കാട് HIHS-ലെ +2 വിദ്യാർത്ഥിയായ PU ഗോവിന്ദ് ഭിന്നശേഷി ദിന സന്ദേശം നൽകി. സംസ്ഥാന ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും കലാമത്സരങ്ങളിലും ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്കൂൾ തല മത്സരങ്ങളിലും വിജയികളായ കുട്ടികൾക്കും സമ്മാന വിതരണം നടത്തി. സ്വന്തം കഴിവും പ്രയത്നവും ഉപയോഗിച്ച് തന്റെ മികവ് തെളിയിച്ച ഭിന്നശേഷിക്കാരനായ ജോമോനെയും SSKയിൽ ദീർഘകാലം സമർപ്പിത സേവനം നൽകിയ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മേരി ടീച്ചറെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ പ്രീത കമ്മത്ത്, ആഗ്നസ് എൽദോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു.